എനിക്ക് ഉറപ്പും ഉറച്ച് ഇല്ലാണ്ട് ഉറപ്പില്ലാണ്ട് ശോഷിച്ച വാക്കുകളും പറഞ്ഞ് പറയാൻ പറ്റില്ല. മൂട്ടിന്ന് വിട്ട് വിട്ട് നാവിന്ന് വരുന്ന വരെയുള്ള സംസാരം വരേണ്ടത്. മൂട്ടിന്ന് വിട്ട് ആരും പറയിപ്പിച്ച് മാത്രം സ്വന്തമായിട്ട് അവർക്ക് പറയാനൊന്നും ഇല്ല. സ്വന്തമായിട്ട് അവർക്ക് പറയാനും അറിയില്ല. സ്വന്തമായിട്ട് പറയുന്നത് എന്നോട് ആരും പറയിപ്പിച്ചിട്ടില്ല, കഴിപ്പിച്ചിട്ടില്ല, കഴിപ്പിക്കാത്ത ചെയ്യിപ്പിച്ചിട്ടില്ല. അതെനിക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ എന്താ വെച്ചാൽ അത് പറയാൻ തന്നെ ചെയ്യും, ഫുൾ ഉണർവോടെ. അപ്പം ഇങ്ങനെ ബോധമില്ലാണ്ട് തലയിൽ മുടിയില്ല, ഇങ്ങനെ തലയിൽ ഉള്ളിൽ ബോധമില്ല ഇവർക്ക്. ഇവർ തമ്മിൽ റെസ്പെക്റ്റും ഇല്ല, അവറകൾ എന്ന് പറഞ്ഞ് തമ്മിൽ ശോഷിച്ച് ജീവനില്ലാത്തത് കഴിച്ചും പറഞ്ഞ് ആരാധിച്ച് തമ്മിൽ കുഴിയിൽ ചാടിക്കുകയാണ് അല്ലേ. ഇത് ഫുൾ പ്ലസൻ്റ് ആയിട്ട് പറയുന്നത് എന്താണെന്ന് നോക്ക്. അപ്പോൾ ഈ വെഡിത്തം പറഞ്ഞ് ശോഷിച്ച മുസ്ലിംസും ശോഷിച്ച ഹിന്ദുസ്, ശോഷിച്ച റോമൻ കാത്തലിക്സ്, ഈ വെഡിത്തം പൂർണ്ണ അറിവില്ലാത്ത റീട്ടാർഡ് നേച്ചർ അനുകരിച്ച് സ്പൂൺ ഫീഡിങ്, ശവപ്പെട്ടി വരെ അവർക്ക് ശവം വേണ്ടെന്ന് പറയാം. അവരുടെ ശവം ഓൾറെഡി ശവമായിരിക്കും, വീണ്ടും ശവപ്പെട്ടി ആവശ്യമുണ്ട്, പൂമഞ്ചി ആവശ്യമില്ല. അങ്ങനെയുള്ളൊരു കുറേ കുഴിച്ചു മൂടേണ്ട സമയം വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും പഠിക്കാണ്ട് അപ്പം ഈ സ്വന്തം നാവുകൊണ്ട് ഈ ഉറപ്പില്ലാണ്ട് ഓരോ ശോഷിച്ച വാക്കുകൾ മൂട്ടിന്നോടാണ് പറയണത് അവരോട്. ഈ തീരെ അറുപ്പാണ് കറക്റ്റായിട്ട് പറയണം. എന്താണെന്ന് വെച്ചാൽ അരോചകമാണ് പറയണത്. കിട്ടേണ്ട സമയത്ത് കിട്ടും, ദേഷ്യം എന്നല്ല, പറയേണ്ട നേരത്ത് പറയണ്ട. അപ്പം മനസ്സിലാക്കാമല്ലോ. മന്ദബുദ്ധി എന്ന് വിളിക്കാം ഇങ്ങനെയുള്ള വിഡ്ഢി എന്ന് വിളിക്കാം, ശവം എന്ന് വിളിക്കാം. അല്ലാതെ വേറെ ശോഷിച്ച വാക്കുകൾ അവരെ താഴ്ത്തി ഇത് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ പ്രസ്താവന എന്താ പറയുക, നമ്മൾ അവതരിപ്പിക്കുന്നത് വേറെ രീതിയിലാണ്. കുടിച്ചിലൊക്കെ കെട്ട് അങ്ങനെ പറഞ്ഞ് നടക്കണല്ലേ. വീട്ടുകാരെ കുറിച്ച് ആരെക്കുറിച്ചോ കൂടെയുള്ളവരെ കുറിച്ചോ മനസ്സിലാക്കാനുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ശക്തി ഇല്ല എന്നവർക്ക്. തമ്മിൽ റെസ്പെക്റ്റ് ഉണ്ടെങ്കിലല്ലേ ജീവനില്ലാത്ത ആരാധിക്കാണ്ട് പറയാണ്ടുള്ളതുണ്ടെങ്കിൽ തമ്മിൽ റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ തിരിച്ചറിയാനുള്ള കഴിവുണ്ടാവുള്ളൂ. അതില്ല ഇങ്ങനെയുള്ള വിഡ്ഢികൾക്ക്.